ഹലോ ഗായ്സ്, ഞാനൊരു സ്ഥലം വരെ പോവാണ്. ഒരുങ്ങി നിൽക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങോട്ടോ പോകുന്നുണ്ടെന്ന്. വേറെ എവിടേക്കല്ല ഗൈസ്, നമ്മളിന്ന് മീൻ പിടിക്കാൻ പോവാണ്. നമ്മൾ കുളത്തിൽ നിന്നും തോട്ടിൽ നിന്നൊക്കെ കുറേ മീൻ പിടിച്ചിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഗൈസ് പുഴയിൽ നിന്ന് മീൻ പിടിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ബാക്കി വീഡിയോയിൽ കാണാം. നമ്മൾ പോവാൻ ഇറങ്ങിയതും നല്ല മഴ. ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം കൂടി കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഫോൺ എടുത്താൽ പിന്നെ പിള്ളേര് വരില്ല കേട്ടോ. നമ്മളെ വീടിൻ്റെ അടുത്തുള്ള കുട്ടികളാണ്. ഓടേ പോയി കളിക്കണേ, ഓടേ. നിങ്ങളൊക്കെ ചായ കുടിച്ചോ? കുട്ടി ചായ കുടിച്ചോ? നന്ദു ചായ കുടിച്ചോ? പോയി കളിച്ചോളി മക്കളെ, അതിൽ നല്ല ചേട്ടി വരി, മീൻ പിടിക്കാൻ പോവാ വരി. ഇപ്പൊ നിങ്ങളെ മനസ്സിലേക്ക് വന്നൊരു ചിന്ത ഞാൻ പറയട്ടെ. എന്താ തിരുമ്പി എടുത്തേക്കാത്തതെന്നല്ലേ? നന്നായി മഴ കൊണ്ട് കഴിഞ്ഞു ഗൈസ്. ഇനി അത് എടുത്തേക്കുന്നതിൽ വലിയ പ്രാധാന്യമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. പിന്നെ നമ്മൾ വേഗം വിട്ടു കേട്ടോ. അങ്ങനെ നമ്മൾ ആദ്യം തന്നെ നമ്മളെ താഴത്തെ പെട്രോൾ പമ്പ് പോയി ഡീസൽ അടിച്ചു. ഇതെൻ്റെ എല്ലാ വീഡിയോസിലും, മിക്ക വീഡിയോസിലും ഞാൻ കാണിക്കാറുണ്ട്. കാരണം നമ്മളിത് ആദ്യം ചെയ്യേണ്ട ഒരു കാര്യമാണെന്ന് ഞാൻ നിങ്ങളെ എപ്പോഴും ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ടാണ് അങ്ങനെ നമ്മൾ പോവാൻ കേട്ടോ ഗൈസ്. നമ്മൾ ഒരുപാട് ഹാപ്പി ആയിട്ട് പോകുന്നത്. കാരണം നമ്മൾ എല്ലാ സൺഡേ എന്തേലൊക്കെ കണ്ടക്ട് ചെയ്യും. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ എന്തായാലും വിചാരിച്ചു മീൻ പിടിക്കാൻ പോവാന്ന്. ഏട്ടൻ ആദ്യം പറഞ്ഞു കുളത്ത് പോവാന്ന് കേട്ടോ. പിന്നെ ഏട്ടൻ്റെ ഫ്രണ്ട് ആളൊക്കെ വിളിച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് മീൻ പിടിക്കാൻ കുളത്ത് പോകുന്നതിനെക്കാട്ടി അല്ലേ പുഴയിൽ പോകുന്നതെന്ന്. അപ്പം ഏട്ടൻ്റെ ഫ്രണ്ട് ഭയങ്കര മോട്ടറാക്കിയിട്ടുണ്ട് കേട്ടോ. മീനൊക്കെ കിട്ടും. പിന്നെ ഏട്ടനും ഭയങ്കരമായിട്ട് വീഡിയോസ്, ഈ റീൽസൊക്കെ കാണുമ്പം മീൻ പിടിക്കുന്ന കുറേ വീഡിയോസൊക്കെ കണ്ടപ്പോൾ ഏട്ടൻ പറഞ്ഞു, ചിന്നു നല്ല മീൻ കിട്ടുവാ പോവാ. നമുക്കറിയോ കിട്ടോ കിട്ടൂലേ എന്നൊന്നും അറിയില്ലല്ലോ, നമുക്കിതിൻ്റെ ഒരു ബേസിക് നോളജ് പോലും ഇല്ല. അതിനെന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. എന്താ വെള്ളം ഇറങ്ങുമ്പോൾ പിടിക്കുക, അങ്ങനെ എന്തൊക്കെയോ ഉണ്ടെന്ന് തോന്നുന്നു. കാരണം അച്ഛനെ ഞാൻ വിളിച്ചപ്പോൾ അച്ഛൻ ഓൾറെഡി മീനൊക്കെ പിടിക്കുന്ന ആളായുണ്ട്. അച്ഛൻ എന്നോടായിരുന്നു ഇപ്പോഴൊന്നും പോയാൽ ചിലപ്പോൾ കിട്ടത്തൊന്നുമില്ല, അതിനൊക്കെ ഓരോ സമയം കാലമൊക്കെ ഉണ്ട്. അച്ഛനൊക്കെ ചിലപ്പോൾ ഉറക്കം വെച്ചിട്ടാട്ടോ ഗൈസ് മീൻ പിടിക്കാൻ പോലെ, ഞണ്ടിനെ പിടിക്കാൻ പോലും അങ്ങനെ തന്നെയാണ്. അച്ഛന് ഏകദേശം മീനൊക്കെ കിട്ടാറുണ്ട്. അതുകൊണ്ട് നമുക്ക് പുഴ മീൻ എന്നുള്ളത് നമുക്ക് വലിയ പുത്തരിയല്ല. പക്ഷേ ഏട്ടനും ഫാമിലിക്കൊക്കെ ഭയങ്കര സംഭവം കേട്ടോ. കിട്ടൂല ഗൈസ്, കിട്ടൂല എന്ന് ഉറപ്പ് വെച്ച് തന്നെയാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ പോവുകയാണ് ഗൈസ്. ഏട്ടനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയണ്ട കേട്ടോ കാറ് കയറിയാൽ. കാരണം ആൾക്ക് ഇങ്ങനെ വെറുതെ ഇരുന്ന് കാർ ഓടിക്കുന്നത് തീരെ ഇഷ്ടമല്ല. അപ്പോൾ ആളുടെ പണിസ്ഥലത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. ഞാനും കണ്ണനും അതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. കുറേ ലാഗ് അടിക്കുമ്പോൾ ഞാനും കണ്ണനും എന്തെങ്കിലും കോപ്രായങ്ങൾ കാണിച്ചിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ സംസാരിക്കുന്ന ഏട്ടൻ്റെ പണിസ്ഥലത്തുള്ള കാര്യങ്ങളാണ്. അത് പിന്നെ നിങ്ങളെ കേൾപ്പിച്ചിട്ട് കാര്യമില്ല. കാരണം അത് എവിടെയെങ്കിലും തുടങ്ങി വെച്ചതിൻ്റെ ബാക്കിയൊക്കെ ആയിരിക്കും ഇന്ന് കണ്ടിന്യൂ ചെയ്യുന്നത്. അല്ലെങ്കിൽ എവിടെ ഒരു ലോജിക്കില്ലാത്ത കാര്യങ്ങളായിരിക്കും എൻ്റെ ഹസ്ബൻഡ് സംസാരിക്കുക. ചിലപ്പോൾ റോഡിൽ നിയമങ്ങളെ കുറിച്ചായിരിക്കും, ചിലപ്പോൾ ഏതെങ്കിലും വണ്ടി മുന്നിൽ കൂടെ ഇടയിൽ കൂടെ കയറ്റിപ്പോയതിനെ കുറിച്ചായിരിക്കും. എന്താണെന്നൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷേ ഇന്ന് ഞങ്ങൾ സംസാരിച്ചത് ഒന്നാമത് ഏട്ടൻ്റെ പണിസ്ഥലത്തുള്ള ഒരുപാട് കാര്യങ്ങളായിരുന്നു. പിന്നെ ഞാനും കണ്ണനും ഭയങ്കര വെയിറ്റിങ്ങിലാട്ടോ. കാരണം നമ്മളെ കൂടെ ഒരു ഫാമിലിയും കൂടി ജോയിൻ ചെയ്യാണ്ട് വേറെ ആരുമില്ല. ഏട്ടൻ പണി ചെയ്യുന്ന വർക്ക് ചെയ്യുന്ന സ്ഥലത്തുള്ള ഏട്ടൻ്റെ ഫ്രണ്ടും ഫാമിലിയാണ്. അവരും അവരുടെ വൈഫും 3 കുട്ടികളും ഉണ്ട് കേട്ടോ. നല്ല 3 കുട്ടികൾ, അതായത് സുന്ദരി മക്കൾ അവരുണ്ട്. അപ്പം അവരെ കൂടെയാണ് നമ്മൾ ഇപ്രാവശ്യം മീൻ പിടിക്കാൻ പോകുന്നത്. നമ്മൾ പൊതുവെ ഏകദേശം നമ്മളെ ഫാമിലീനായിട്ടോ എപ്പോഴും എന്തെങ്കിലുമൊക്കെ പോകല്. പക്ഷേ ഇപ്രാവശ്യം നമ്മൾ വെറൈറ്റി ആക്കി. ഈ സാധനം കണ്ടോ, ഇത് സോളാറാണ് കേട്ടോ ഗൈസ്. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും, എനിക്കറിയില്ല. ഇനി കാണാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞുതരാം. ഇത് നമ്മൾ പറശ്ശിനിക്കടവിൽ നിന്ന് വാങ്ങിയതാണ്. വലിയ റേറ്റ് ഒന്നുമില്ല, ചെറിയ റേറ്റിന് എങ്ങനെയാണ് കിട്ടിയത്. ഇത് നമുക്ക് വെയിലുണ്ടാകുമ്പോൾ മാത്രമേ കറങ്ങുള്ളൂ എന്നാണ് പറഞ്ഞത്. പക്ഷേ നമ്മുടെ ക്ലൈമറ്റ് തണുപ്പായിട്ട് പോലും എനിക്ക് തോന്നുന്നു ചെറിയൊരു വെയിലടിച്ചിട്ടുള്ള ഒരു സൂര്യപ്രകാശം, ആ സൂര്യനാണെങ്കിൽ ചൂടും ഇല്ലായിരുന്നു, പക്ഷേ കറങ്ങി ഗൈസ്. അവരുടെ വീട്ടിൽ പോയിട്ടാണ് കേട്ടോ നമ്മൾ അവരെ കൂട്ടിയത്. അതൊന്നും ഞാൻ വീഡിയോയിൽ എടുത്തിട്ടില്ല. അങ്ങനെ പിന്നെ നമ്മൾ പോവാണ് ഗൈസ്. അവർ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അവർ ആദ്യമായിട്ടാണ് കണ്ണനെ കാണുന്നത്. ഞാനും അതേപോലെ ചേച്ചിയും മക്കളെയും കാണുന്നതും ആദ്യമായിട്ടാണ്. ഫോണിലൂടെയൊക്കെ സംസാരിച്ചിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ട് കണ്ടുകൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. പിന്നെ കണ്ണനും ഇതേപോലെ എനിക്ക് തോന്നുന്നു ഈ കുട്ടികൾ തമ്മിൽ കാണുമ്പോൾ അവർക്ക് വലിയ പരിചയമൊന്നും കാണിക്കില്ല. പിന്നെയാണ് ഇവർ കമ്പനി ആവാൻ തോന്നുന്നു. കാരണം അവിടുത്തെ മക്കളാണെങ്കിലും നല്ലോണം സംസാരിക്കും, അതേപോലെ നമ്മളെ കണ്ണനാണെങ്കിലും നല്ലോണം
നല്ലോണം സംസാരിക്കും. പക്ഷേ ഇവർ കണ്ടുമുട്ടിയിട്ടാണെങ്കിൽ ആകെ ഒരു മൂകത ഗൈസ്, ഭയങ്കര സൈലൻസ് ആയിരുന്നു. ഇത് കണ്ണനെക്കാട്ടി ചെറിയ മോളാണ് കേട്ടോ. ഇവളെ കണ്ടപ്പോഴാണ് കണ്ണനൊന്ന് കുറച്ചൊരു ഓക്കെ ആയത്. കാരണം ആൾക്ക് പറ്റിയൊരു സൈസിലുള്ള ഒരാളെ കിട്ടിയതുകൊണ്ടായിരിക്കാം. പിന്നെ അവള് കുറച്ച് ഇങ്ങനെ ചിരിങ്ങി ഇങ്ങനെ കുറേ കരയുന്നൊക്കെ ഒരു ടീമാണ് കേട്ടോ. പക്ഷെ നല്ല രസമായിരുന്നു ആളുടെ കൂടെ എൻജോയ് ചെയ്യാൻ. അങ്ങനെ നമ്മൾ പോവാണ് ഗൈസ്. ഇതേതോ ഒരു കാട് ഉള്ളേരിയയിലൂടെ പോകണം തോന്നുന്നു. നമുക്കറിയില്ലായിരുന്നു ഇവർ ഫുഡും ചായക്കടിയും അതേപോലെ കുട്ടികൾക്കുള്ള ചിപ്സ് ലേസ് എന്തൊക്കെയോ ഉണ്ട്, അതൊക്കെ ക്യാരി ചെയ്തിട്ടുണ്ട്. നമ്മളെ ഒന്നും എടുക്കാതെ കൈ വീശിയാണ് ഗൈസ് പോകുന്നത്. ഇവരാണെങ്കിൽ ഒരു 10-15 കുപ്പി വെള്ളവും ഒക്കെ വാങ്ങിയിട്ടുണ്ട് ഗൈസ്. നമുക്കറിയില്ല, ഇവരിവിടെ ഓൾറെഡി ഇവരെ നാടാണെന്ന് തോന്നുന്നു. ഇവർക്ക് ഇവിടെ നല്ല പരിചയമുണ്ട് മീൻ പിടിച്ചിട്ട്. നമുക്ക് പിന്നെ അറിയാത്തതുകൊണ്ട് നമ്മളത് കയ്യും വീശി പോന്നപ്പോഴാണ് മനസ്സിലായത്, ഇവിടെ എത്തിക്കഴിഞ്ഞ് കാർ എത്തിയപ്പോഴാണ് മനസ്സിലായത് ഇനി ഇവിടെ ഒന്നും കടകളൊന്നും ഉണ്ടാവില്ലെന്ന്. പക്ഷെ നമ്മളവിടെ ചെന്നപ്പം നല്ലോണം ആളുകളുണ്ടായിരുന്നു കേട്ടോ. അവരൊക്കെ മീൻ പിടിക്കുക, പിന്നെ തോണി, അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ തോണി പോയപ്പോൾ കുറേ ഇങ്ങനെ എന്താ പറയുക, ഈ ഡീസലോ പെട്രോളോ എന്തോ ആണെങ്കിൽ യൂസ് ചെയ്യുന്നത്, അതൊക്കെ വെള്ളത്തിൽ കലങ്ങി ആ കലങ്കോലായിരുന്നു. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നമ്മൾക്ക് ഇരിക്കാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുഞ്ഞു ഞണ്ടി ഉണ്ടായിരുന്നു. കാരണം ഏട്ടൻ മീൻ പിടിക്കാൻ നിന്നപ്പോൾ കുറേ വലയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ആദ്യം ശ്രമിച്ചു നോക്കി, പക്ഷെ എന്നെ കൊണ്ട് നടക്കത്തില്ല എന്നായപ്പോൾ ഞാൻ പിടിക്കാൻ നോക്കിയത് കുഞ്ഞു ഞണ്ടിനെയായിരുന്നു ഗൈസ്. അത് കണ്ണനൊരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് മാത്രമായിരുന്നു. കാരണം കുട്ടികൾക്ക് അത് കണ്ടപ്പോൾ ഭയങ്കര ആവശ്യം. പിന്നെ എനിക്ക് ആവശ്യം കൂടാതിരിക്കുമോ, എനിക്കത് പിടിക്കൽ തന്നെയാണ്. എൻ്റെ മടയിൽ പോയിട്ട് എന്തെങ്കിലും കമ്പ് എന്തെങ്കിലും കുത്തിയേക്കുക, എന്നിട്ട് അത് പുറത്തേക്ക് ചാടുന്ന സമയത്ത് കേട്ടോ കമ്പ് കുത്തുക, എന്നിട്ട് അങ്ങ് പിടിക്കുക, എന്നിട്ട് അത് കൊടുക്കുക, അവരതിനെ കൊല്ലുക, എന്നിട്ട് അവരെ ഇലയിൽ വെക്കുക, അതങ്ങ് ഒഴുക്കി വിടുക. അങ്ങനെയൊക്കെയാണ് ഇവരെ പരിപാടി. പക്ഷെ സംഭവം രസമുണ്ടായിരുന്നു. ഞാനും കുറച്ച് നേരം കൂടി, അതൊന്നും ഞാൻ വീഡിയോയിൽ എടുത്തിട്ടില്ല. ഇവിടെയുള്ള ഒരു ഭാഗവും ഞാൻ എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. കാരണം ഞാൻ മീൻ പിടിക്കുന്ന പോലും ഞാൻ കാണിച്ചിട്ടില്ല. കാരണം എനിക്ക് കിട്ടില്ലെന്ന് എനിക്ക് 100% ഉറപ്പായിരുന്നു. പക്ഷെ എന്തോ ഭാഗ്യം കൊണ്ട് അവർക്കും കിട്ടിയില്ല. അതെ ഗൈസ്, നമ്മൾ കുറേ നേരം ഇരുന്ന് നോക്കി, പക്ഷേ ഒരു മീനും ഒരു വഴിക്കും വരുന്നില്ല. ഒന്നാമത് വെള്ളം കലങ്ങിയിട്ടുണ്ട്. പിന്നെ അവിടെയുള്ള ആർക്കും അങ്ങനെ മീനൊന്നും കിട്ടാത്തതുകൊണ്ട് നമുക്കൊരു ചെറിയ ആശ്വാസങ്ങളൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു. എന്നാലും എനിക്ക് തോന്നുന്നു ഈ പണിക്കൊക്കെ ഭയങ്കര ക്ഷമ വേണമെന്ന്. പക്ഷെ എൻ്റെ അച്ഛൻ അങ്ങനെ ക്ഷമയുള്ള ടീമല്ല, എന്താണോ ആവോ. പിന്നെ ഇതൊക്കെ അവർക്ക് അത്യാവശ്യം, അതായത് അവർക്ക് എനിക്ക് തോന്നുന്നു സൺഡേ ഒക്കെ ആകുമ്പോൾ അവർക്ക് ഇതൊരു എൻ്റർടൈൻമെൻ്റ് ആണ്. കാരണം വീടിൻ്റെ അടുത്ത് തന്നെ ഉണ്ടല്ലോ, ചൂണ്ടേറ്റ് വന്നാൽ മതിയല്ലോ. പക്ഷെ നമ്മൾ നോക്കിയപ്പം ചിലർ മീൻ പിടിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ അവരെ കവർ നോക്കി, അതിൽ മീൻ കണ്ടു. എന്താ അതിൻ്റെ മീനിൻ്റെ പേരെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ അവർക്കും കുറേ മീനിനൊക്കെ കിട്ടിയിട്ടുണ്ട്. അവർ നമുക്ക് കാണിച്ചൊക്കെ തന്നു. പിന്നെ എവിടെ പിടിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞൊക്കെ തരുന്നുണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ ഈ സ്പോട്ട് വിട്ടാണെങ്കിൽ അനങ്ങൊന്നുമില്ല. പിന്നെ കുറേ കഴിഞ്ഞപ്പം നമ്മൾ അങ്ങോട്ട് നോക്കിയപ്പം അവിടെ കൂടെ തീവണ്ടിയൊക്കെ പോകുന്നുണ്ട് കേട്ടോ ഗൈസ്. ഇതൊരു റെയിൽവേ പാളത്തിൻ്റെയൊക്കെ ഏകദേശം അടുത്തായിട്ടാണ്. അപ്പോൾ തീവണ്ടി പോകുന്ന കണ്ടപ്പോൾ മക്കൾക്ക് ഭയങ്കര സന്തോഷമായി, എനിക്കും സന്തോഷമായി ഗൈസ്. എനിക്കെന്താ അറിയില്ല, ഈ വിമാനം കാണുമ്പോഴും തീവണ്ടി കാണുമ്പോഴൊക്കെ ഉള്ളിലൊരു കുളിർമയാണ്. അതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ തോന്നും. നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ അവർ കൊണ്ടുവന്ന ഇഡ്ഡലിയും സാമ്പാറും ചട്നിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും കിട്ടുന്നില്ലല്ലോ, നമ്മളെ വയറങ്ങി എന്ന് അറിയട്ടെ വിചാരിച്ച് നമ്മൾ കഴിക്കുകയാണ്. നമ്മൾ കുറേ മൈദയൊക്കെ ഇട്ട് കൊടുത്തിട്ടോ മീനിന്. അവർക്ക് എന്തായാലും നല്ല കോളായിരിക്കും, പക്ഷേ നമുക്കൊരു കോളും കിട്ടിയില്ല. അതാണ് ഒരു സാഡായിട്ടുള്ള കാര്യം. കണ്ണൻ എന്താണെന്ന് അറിയില്ല, അവരെ കൂടെ കൂടിയപ്പോൾ കുറച്ച് കഴിച്ചു കേട്ടോ. പിന്നെ നോക്കിയേ, ഈ ചേട്ടന് പാമ്പിനെ കിട്ടി ഗൈസ്. പാമ്പല്ല, അതിനെന്തോ പേര് പറഞ്ഞു, എനിക്ക് ആ പേരൊന്നും തൊള്ള കിട്ടത്തില്ല. കാരണം ഈ മീനിനൊക്കെ വേറെ പേരാണ്. നമുക്ക് ഈ അയില, മത്തി, കോര അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അല്ലേ അറിയത്തുള്ളൂ. എന്തായാലും അതിനെ അവർ തിരിച്ചയച്ചു കേട്ടോ. ഏട്ടനോട് ഞാൻ ചോദിച്ചു, ഏട്ടനെ കിട്ടിയതെങ്കിൽ എന്താ ചെയ്യാന്ന്. ഞാൻ അതിനെ ആ വലയോടൊക്കെ ഉപേക്ഷിച്ചേനെന്ന്. പക്ഷേ അദ്ദേഹം അതിനെ മോചിപ്പിച്ചിട്ടൊക്കെ കേട്ടോ വിടുന്നത്. മീനൊന്നും കൊണ്ടല്ലാതെ കാർ കയറിയുണ്ട്. കണ്ണൻ ചോദിക്കാൻ തുടങ്ങി, മീമയുടെ അമ്മാന്ന്. ഞാനാകെ കുടുങ്ങിയില്ലേ, ഏട്ടനും കുടുങ്ങി, ബാക്കിലുള്ളവരും കുടുങ്ങി. കാരണം കുട്ടികളെ മീനെ കാണിച്ചു കൊടുക്കാൻ, മീനെ പിടിക്കാൻ പറഞ്ഞാൽ കൊണ്ടുവന്നേ. പക്ഷെ നമുക്കൊരു മീനെ പോലും കിട്ടിയില്ല. അപ്പോൾ നമ്മൾ ഇനി എന്ത് ചെയ്യണം ഗൈസ്? നമുക്കിനി മീൻ പിടിക്കുന്നത് എങ്ങനെയാണെന്ന് നേരിട്ട് കാണിച്ചു കൊടുക്കാം. വേറെ ഇങ്ങോട്ടുമില്ല, ചാലിയത്തേക്ക് വിട്ടു. കാരണം വല്ലാണ്ടൊന്നും ദൂരമില്ലായിരുന്നു അവിടേക്ക്. അതുകൊണ്ട് നമ്മൾ ചാലിയം പോയിട്ട് ചിലപ്പോൾ മീൻ വാങ്ങാനുള്ള പ്ലാനിലൊക്കെയാണ് പോയത്. പക്ഷെ നമ്മൾ മീനൊന്നും വാങ്ങിയില്ല കേട്ടോ. നമുക്കെന്തോ അവിടെ മത്തിയൊക്കെയാണ് കൂടുതലായിട്ട് കിട്ടുന്നത്. മത്തിയൊക്കെ കിട്ടി തിന്ന് മരിച്ചു ഗൈസ്. അതുകൊണ്ട് നമുക്ക് വേണ്ടാന്ന് തന്നെ നമ്മൾ തീരുമാനിച്ചു. പിന്നെ ഇങ്ങനത്തെ എന്താ പറയുക, ഇതിൻ്റെ പേരെനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല ഗൈസ്. വീട്ടിൽ കൊണ്ടുവരിക, അതങ്ങ് നന്നാക്കുക, തിന്നുക, അത് മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ. ഇതിൻ്റെ പേരൊന്നും പഠിച്ചു വെച്ചിട്ട് നമുക്ക് പരീക്ഷ ഒന്നും പാസ്സാവാനില്ലല്ലോ. അങ്ങനെ പിന്നെ നമ്മൾ മീനൊന്നും വാങ്ങാതെ തിരിച്ചു വിട്ടു. മഴ ഉണ്ടായിരുന്നു അവിടെ ചെന്നപ്പോഴും.
നമ്മൾ ഐസ്ക്രീമൊക്കെ വാങ്ങിയിട്ടോ പോകുന്നത്. കാരണം നമ്മൾ ആ ഇഡ്ഡലി മാത്രമേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനി ഫുഡ് കഴിക്കാൻ നമ്മൾ കുറച്ച് അങ്ങോട്ട് പോയിക്കോട്ടെ വിചാരിച്ചു. അപ്പോൾ കുട്ടികൾക്ക് വെറുതെ ലാഗ് അടിക്കണ്ടല്ലോ വിചാരിച്ചു. കുട്ടികൾക്ക് മാത്രമല്ല വയസ്സ് എനിക്കും. അപ്പോൾ ഞാനാണ് റെക്കമെൻഡ് ചെയ്തത് ഐസ്ക്രീം കഴിക്കാമെന്ന്. പിന്നെ ഒന്നും നോക്കിയില്ല, നമ്മളൊരു ചെറിയ കട കണ്ടപ്പോൾ അവിടെ പോയിട്ട് ഐസ്ക്രീം വാങ്ങി. പിന്നെ നമ്മൾ വേറെ വിട്ടത് റോളക്സ്. അത് ഏട്ടൻ്റെയും അതായത് ഇവരുടെയൊക്കെ ഒരു മെയിൻ സ്പോട്ടാണ്. അങ്ങനെ നമ്മൾ ഗൈസ് ബിരിയാണിയും നല്ല ബീഫും ഒക്കെ വെട്ടി അടിച്ചിട്ടാണ് ഗൈസ് വീട്ടിലേക്ക് വിട്ടത്.